രാഷ്ട്രീയത്തിൽ ഇനി പുതിയൊരു ചരിത്രം കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ സത്യപ്രതിജ്ഞകൾ കണ്ടത് നിയമസഭയിലും പഞ്ചായത്ത് ഹാളിലും കോർപ്പറേഷൻ ഹാളിലുമായിരുന്നു. എന്നാൽ ഇനി പുതിയ വേദി അങ്ങ് ജയിൽ ലൈബ്രറി ഹാളിലാണ്. അതെ, ജനാധിപത്യത്തിന്റെ പുതിയ ബ്രാഞ്ച് ഓഫീസ് തുറന്നിരിക്കുന്നു. ഇനി ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനത്തിനൊപ്പം എന്നല്ല, ജയിലിനൊപ്പം എന്നാണോ അർത്ഥം എന്ന് സംശയിക്കേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറായ R. സുഗതൻ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയവെയാണ് ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. മേയർ നേരിട്ട് ജയിലിലെത്തി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ചരിത്രത്തിൽ പുതിയ അധ്യായം തന്നെ എഴുതപ്പെട്ടു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയിപ്പോ അടുത്ത കോർപ്പറേഷൻ യോഗം എവിടെയാകും? കോർപ്പറേഷൻ ഹാളിലോ അതോ ഇനിയിപ്പോ ജയിലിലെ സന്ദർശക മുറിയിലാകുമോ? ചുരുക്കി പറഞ്ഞ ഇനിയിപ്പോ അജണ്ടയേക്കാൾ പ്രധാനമാകുന്നത് സന്ദർശക പാസ് ആയിരിക്കും. അത് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സംശയം കൂടിയുണ്ട്. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്വം പോകുമെന്നാണ് നിയമം. ഇനിയിപ്പോ കൗൺസിൽ യോഗവും ജയിലിലേക്ക് മാറ്റുമായിരിക്കും. അല്ലെങ്കിൽ ജയിൽ വിസിറ്റ് എടുത്ത് ഹാജരൊക്കെ രേഖപ്പെടുത്തുമോ? ഇനി അതും അല്ലെങ്കിൽ 3 കൗൺസിൽ യോഗം കഴിയുന്ന ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമോ ആവോ? ചാൻസ് കൂടുതൽ യോഗം ജയിലിലേക്ക് മാറ്റാനാണ്. സത്യപ്രതിജ്ഞ വരെ നടന്നു, അപ്പോഴേ ഒരു യോഗം. ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് കാപ്പ നിയമം നിലവിലുള്ളത്. ഇതെങ്ങാനും ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. ജനപ്രതിനിധികൾക്ക് ഓഫീസിനേക്കാൾ പരിചയം ജയിലാകുമായിരുന്നു. മാത്രമല്ല സത്യപ്രതിജ്ഞയ്ക്കും തെരഞ്ഞെടുപ്പിനും എന്തിന് പ്രകടനം വരെ ജയിലിൽ വെച്ച് നടന്നേനെ. അതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. മാറ്റാത്തത് മാറ്റും എന്നൊക്കെയാണ് BJPയുടെ മുദ്രാവാക്യം. പക്ഷേ അത് സത്യപ്രതിജ്ഞയുടെ വേദി തന്നെ മാറ്റുമെന്ന അർത്ഥത്തിലായിരുന്നോ അന്ന് പറഞ്ഞത് എന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. എന്തായാലും കേരളത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മാറ്റങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ കേരളം ഇനി ജയിലിൽ നിന്ന് ഭരിക്കേണ്ടി വരുമോ ആവോ? ഇനി എത്ര സത്യപ്രതിജ്ഞകൾ ജയിലിൽ നിന്ന് നടക്കുമെന്ന് കണ്ടറിയണം. ചരിത്രം എഴുതാനാണോ അതോ ചരിത്രം ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാണോ എന്ന് സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കണം. ഇനി കേരളത്തിലെ രാഷ്ട്രീയം പുതിയ ദിശയിലാണോ? ഇന്ന് ജയിൽ ലൈബ്രറി ഹാൾ, നാളെ ജയിലിലെ കോൺഫറൻസ് ഹാള്, മറ്റന്നാൾ വീഡിയോ കോൺഫറൻസിലൂടെ കൗൺസിൽ യോഗവും നടക്കും. ഇതിനിടയിൽ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ വധശ്രമ കേസും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ആരോപണവും നേരിടുന്ന ഒരാൾ ജയിലിൽ നിന്ന് അധികാരമേൽക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ച് എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത്? ഒന്ന് ഓർക്കണം, സൽപ്രവർത്തി ചെയ്തതിനോ സത്യാഗ്രഹം ഇരുന്നതിനോ അല്ല ഈ ജനപ്രതിനിധിയെ ജയിലിലേക്ക് അയച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തുല്യ നിയമമാണ്. എല്ലാവർക്കും, അതിപ്പോ ജയിലിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും. അതേസമയം തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളികൾ ഇന്നും പഴയതുപോലെ തന്നെ. മാലിന്യ സംസ്കരണം, റോഡുകൾ, അടിസ്ഥാന വികസനം, പൊതുസേവനങ്ങൾ. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. പക്ഷേ കൊട്ടിഘോഷിച്ച് കരാരവങ്ങളോടെ വന്ന VV രാജേഷ് ഇപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. കാപ്പ കേസിലെ പ്രതിയെ പുറത്തു കൊണ്ടുവരണോ അല്ലെങ്കിൽ വികസനം നടത്തണോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലെന്ന് തോന്നുന്നു. വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. അക്കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് അറിയിക്കാനുള്ളത്. കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സമ്മതിക്കുമോ? അല്ല, ഈ കാര്യങ്ങൾ ഞാൻ പലതവണ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതികളുടെ പരിഗണനയിലാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ വേറെന്തെങ്കിലും ചോദിച്ചോളൂ.
ഇങ്ങനെ അവധിക്ക് അപേക്ഷ ദേ, തന്നിട്ടുണ്ട് ലീഗൽ ഒപ്പീനിയൻ വിട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാപ്പ കേസ് പ്രതിയായ ഒരാൾ ഈ ഭരണസമിതിയിൽ തുടരുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേടല്ലേ ശരിക്കും? രണ്ട് കാര്യം. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ വിമർശനം ഉന്നയിക്കുന്നത് പറയേണ്ടതും കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുമിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും എൻ്റെ കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉള്ളവരുണ്ട്. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഞാൻ രാഷ്ട്രീയമായ ഒരു മറുപടി പറഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിലെത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു ടീമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായുള്ള വിയോജിപ്പ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ജയിലിലെ സത്യപ്രതിജ്ഞ ചരിത്രമായിരിക്കുകയാണ്. ഇനി വികസനവും അതേ വേഗത്തിലാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ജനാധിപത്യത്തിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് നിയമപരമായ വിവാദങ്ങളല്ല, നല്ല ഭരണവും വികസനവുമാണ്. ബാക്കി അടുത്ത ചരിത്രം എവിടെ എഴുതപ്പെടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.